എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റാണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വനവിസ്തൃതി എത്രയാണ്? കേരളത്തിൻ്റെ വനവിസ്തൃതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 11,531.908 സ്ക്വയർ കിലോമീറ്റർ. 11,531.908 സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതി. ജൈവവൈവിധ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജൈവവൈവിധ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ ആണ് ജൈവവൈവിധ്യത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി W.G. റോസൻ. W.G. റോസൻ ആണ് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1980. 1980 ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത്. പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ഏതാണ്? പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1973 ഏപ്രിൽ 1. 1973 ഏപ്രിൽ 1 പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത്. കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനപ്രദേശം ഏതാണ്? കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനപ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വരണ്ട ഇലപൊഴിയും കാടുകൾ. വരണ്ട ഇലപൊഴിയും കാടുകളാണ് കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്ന വനപ്രദേശം. വന്യജീവി സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? വന്യജീവി സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ എ 7. 7 പ്രാവശ്യമാണ് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോക പൈതൃക സമിതി യോഗം നടന്ന രാജ്യം ഏതാണ്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോക പൈതൃക സമിതി യോഗം നടന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റഷ്യ. റഷ്യയിൽ വെച്ചാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോക പൈതൃക സമിതി യോഗം നടന്നത്. കേരളത്തിൽ 2019 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ 2019 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കരിമ്പുഴ. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ 2019 നിലവിൽ വന്നത്. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി റാന്നി. റാന്നിയാണ് കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കോന്നി. കോന്നിയാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനം. ഇന്ത്യ സൈറ്റ്സിൽ അംഗമായ വർഷം. ഇന്ത്യ സൈറ്റ്സിൽ അംഗമായ വർഷം. ആൻസർ
ഓപ്ഷൻ എ 1976. 1976 ഇന്ത്യ സൈറ്റ്സിൽ അംഗമായത്. വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ഏതാണ്? വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ട്രാഫിക്. ട്രാഫിക് സംഘടനയാണ് വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന വനപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന വനപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ആൻസർ ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകളാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന വനപ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. ലോക വനദിനം എന്നാണ്? ലോക വനദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി മാർച്ച് 21. മാർച്ച് 21 ലോക വനദിനമായി അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2012 ജൂലൈ 1. 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന ഏതാണ്? പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി IUCN. IUCN ആണ് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന ഏതാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന. ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസായ വർഷം ഏതാണ്? ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2002. 2002 ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസായ വർഷം. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ആൻസർ ഓപ്ഷൻ എ നീലഗിരി. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 18. 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ പീച്ചി. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്?
നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വയനാട്. വയനാടാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. നിത്യഹരിതവനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? നിത്യഹരിതവനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് നിത്യഹരിതവനങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം. തമിഴ്നാട്ടിലൂടെ മാത്രം റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയുന്ന വന്യജീവി സങ്കേതം ഏതാണ്? തമിഴ്നാട്ടിലൂടെ മാത്രം റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം റോഡ് മാർഗം എത്തിച്ചേരാൻ കഴിയുന്നത്. ബഫർ സോണിൻ്റെ വിസ്തൃതി കൂടി കണക്കാക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ബഫർ സോണിൻ്റെ വിസ്തൃതി കൂടി കണക്കാക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് ബഫർ സോണിൻ്റെ വിസ്തൃതി കൂടി കണക്കാക്കിയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലുത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. വന്യജീവി സംരക്ഷണ കേന്ദ്രവും ദേശീയോദ്യാനവും പ്രഖ്യാപിക്കപ്പെടുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വന്യജീവി സംരക്ഷണ കേന്ദ്രവും ദേശീയോദ്യാനവും പ്രഖ്യാപിക്കപ്പെടുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ 1972 വന്യജീവി സംരക്ഷണ നിയമം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രവും ദേശീയോദ്യാനവും പ്രഖ്യാപിക്കപ്പെടുന്നത്.